കേരള പോലീസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും നോളജ് ഫാക്ടറിയിലേക്ക് വീണ്ടും സ്വാഗതം. തയ്ച്ചു വെച്ചോ കേരള പോലീസിന്റെ യൂണിഫോം. 2025 നമ്മൾ കേരള പോലീസിന്റെ യൂണിഫോം അണിഞ്ഞിരിക്കും, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളും തീർച്ചയായിട്ടും എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന പ്രതീക്ഷയില് നമ്മള് BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ BNSന്റെ ഒരു 3 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ അത് നമ്മൾ ഈ പറയും പോലെ സിലബസിന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ വന്ന് കിടന്ന് കറങ്ങി അവസാനം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് മുതൽ അടിപൊളിയായിട്ട് BNS പഠിക്കാനായിട്ട് പോവുകയാണ്. BNSന്റെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോളജ് ഫാക്ടറിയിലെ CPO WCPO 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ സന്ദർശിക്കുക. ആ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് വരിക. കഴിഞ്ഞ BNSന്റെ 1-2 ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ BNS ആക്ച്വൽ നമ്മുടെ CPO അല്ലെങ്കിൽ കേരള PSC ഇൻട്രൊഡ്യൂസ് ചെയ്ത സിലബസ് ഏതാണോ ആ സിലബസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് BNSന്റെ സെക്ഷൻസ് അല്ല, അതിനു മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന റെസ്പോൺസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ക്ലാസ്സുകൾ ഇല്ലായിരുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം റെസ്പോൺസീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നമുക്കൊരു റെസ്പോൺസ് തരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറയുന്ന പ്രതീക്ഷയിൽ തന്നെ BNSന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നമുക്കറിയാം IPC അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ്. നമ്മൾ ഈ പറയുന്ന IPCയുടെ പകരക്കാരനായിട്ട് വന്നതാണ് ആര്, BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. 1862 അല്ലെ, 1862 ജനുവരി 1 വന്ന IPCക്ക് പകരമായിട്ട് നിലവിൽ വന്നതാണ് BNS 2023. ഈ പറയുന്ന BNS ആണ് നമ്മുടെ ഇവിടുത്തെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ IPCക്ക് പകരക്കാരനായിട്ട് നിലവിൽ വന്ന് നമ്മളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാരാണ്, ഈ പറയുന്ന BNS എന്ന് പറയുന്ന കള്ളനാണ്. ഈ BNS പ്രശ്നക്കാരനാണോ? ഒരു പ്രശ്നക്കാരനുമല്ല. നമുക്ക് എന്ത് ചെയ്യാം, പുഷ്പം പോലെ ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, പുഷ്പം പോലെ ഇങ്ങ് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് BNSുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇത് ആദ്യം അവതരിപ്പിച്ചപ്പോഴാണ്, ഫസ്റ്റ് ഇതിന്റെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് മുതൽ നമ്മുടെ പ്രസിഡന്റ് അംഗീകരിക്കുന്നത് വരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമുക്ക് ഈ പറയുന്ന BNSുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അപ്പൊ എന്റെ കൂടെ തന്നെ പിടിച്ചോളണം. നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ്? ലോക്സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാല് 2023 തന്നെയാണല്ലേ. ഡേറ്റോ ഓഗസ്റ്റ് ആണ്. 2023 ഓഗസ്റ്റ് 11 എന്ത് ചെയ്യുന്നു, BNS ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ട് അവതരിപ്പിച്ച ഡ്രാഫ്റ്റ് അല്ലേ, സ്വാഭാവികമായിട്ട് അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകത്തില്ലേ അല്ലെ? നമ്മൾ ആദ്യമായിട്ടൊരു പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 100 എഴുതുമ്പോഴത്തേക്ക് അതിന് 75 തെറ്റായിരിക്കും അല്ലെ? അപ്പോ അങ്ങനെ ആദ്യമായിട്ട് അവതരിപ്പിച്ച ലോക്സഭയില് ഈ പറയുന്ന BNSൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ട ശേഷം ഇതിനെ തിരിച്ചയക്കുകയാണ്. മക്കളെ, നിങ്ങൾ കാര്യം ചെയ്യും, ഒന്നും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും ഈ പറയുന്ന BNS എന്ത് ചെയ്യുന്നു, ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അതെപ്പോഴാണെന്ന് അറിയാമോ BNS ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്? അതും 2023 തന്നെയാണ്. 2023 ഡിസംബർ 12 ഇപ്പോഴാണ് 2023 ഡിസംബർ 12 എന്ത് ചെയ്യുന്നു, ലോക്സഭയില് ഈ പറയുന്ന നമ്മുടെ BNS രണ്ടാമത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന 2023 ഡിസംബർ 12 അങ്ങനെ എന്ത് ചെയ്യുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല, ഓക്കെയാണ്, BNSൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എന്ത് ചെയ്യുന്നു, ലോക്സഭാ അംഗങ്ങൾ പറഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, അപ്പോ ഈ പറയുന്ന രണ്ടാമത്തെ ഈ പറയുന്ന ലോക്സഭയിലേക്ക് അവതരിപ്പിച്ചപ്പോഴാണ് 2023 ഡിസംബർ 12 എന്നാൽ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. 2023 അവതരിപ്പിച്ച ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത ലോക്സഭ പാസാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴാണ്? 2023 ഡിസംബർ 20 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താണ്? ഇതിനെ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11.
ചെറിയ പ്രശ്നങ്ങളുണ്ട്, തിരിച്ചയക്കുന്നു, ഡിസംബർ 12 വീണ്ടും അവതരിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, മൂന്നാമത് ഇതിനെ ലോക്സഭ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20 അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ മക്കളെ? നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഈ പറയുന്ന ലോക്സഭ രാജ്യസഭയിലേക്ക് അയക്കുകയാണ്. എങ്ങോട്ട് അയക്കുന്നു? രാജ്യസഭ. ഈ ലോക്സഭയിലേക്ക് കഴിഞ്ഞ ശേഷം രാജ്യസഭയിലേക്ക് അയക്കുകയാണ്, പാസ്സാക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭയിലേക്ക് അയക്കുകയാണ്. അതെപ്പോഴാണെന്ന് അറിയാമോ? രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴാണെന്ന് അറിയാമോ? അത് 2023 ഡിസംബർ 21 ആദ്യത്തെ ഒരു വൺ സ്റ്റെപ്പ് മാത്രമേ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നാണ് അല്ലെ. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ പറയും പോലെ അതിവേഗം ബഹുദൂരമായിരുന്നു അല്ലെ. അപ്പൊ ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11 രണ്ടാമത്തെ അവതരണം എന്ന് പറയുന്നത് ഡിസംബർ 12 ലോക്സഭ എന്ത് ചെയ്യുന്നു? 8 ദിവസം കഴിഞ്ഞ് ഡിസംബർ 20 പാസ്സാക്കുന്നു, രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴാണ്? ഡിസംബർ 21 അടുത്ത ദിവസം തന്നെ. നീ ഇനി കൊണ്ടുവരാനും വേണ്ട, പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ദിവസം തന്നെ നമ്മുടെ രാജ്യസഭ ഇതിനെ പാസ്സാക്കിയാണ് അല്ലെ. ഓക്കെ, 4 സ്റ്റെപ്പുകൾ ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ പറയുന്ന BNS. ഓക്കെ, അപ്പോ BNSന് എന്ത് ചെയ്യുന്നു? പ്രസിഡന്റിന് അംഗീകാരം വേണ്ടേ? പ്രസിഡന്റ് അംഗീകരിക്കണ്ടേ? അപ്പൊ ഈ പറയുന്ന BNSനെ പ്രസിഡന്റ് അംഗീകരിച്ചെന്നാണെന്ന് അറിയാമോ? 2023 ഡിസംബർ 25. ഓക്കെ, 2023 ഡിസംബർ 25 എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? പാസ്സാക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ, അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് പാസ്സാക്കുന്ന 2023 ഡിസംബർ 25. ഇത്രയും ഡേറ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇതിനൊരു ചോദ്യം വരും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്. BNS നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ആദ്യത്തെ അവതരണം നടത്തുന്നത് 2023 ഓഗസ്റ്റ് 11 എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തിരിച്ചയക്കുന്നു. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്ന ഡിസംബർ 12 എന്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യുന്നു? ഇതിനെ ലോക്സഭയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. നമ്മുടെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്സഭ പാസ്സാക്കുന്നത്. ലോക്സഭ എന്ത് ചെയ്യുന്നു? ഡിസംബർ 12 വരുന്ന ഈ സാധനം ലോക്സഭ പാസ്സാക്കുന്ന ഡിസംബർ 20 അതിനുശേഷം അടുത്ത ദിവസം തന്നെ നെക്സ്റ്റ് ഡേ ഡിസംബർ 21 എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ എന്ത് ചെയ്യുന്നു? ഡിസംബർ 21 പാസ്സാക്കുന്നു. ഒരു നല്ല ദിവസം നോക്കി നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ക്രിസ്മസിന്റെ അന്ന് എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന BNS എന്ത് ചെയ്യുന്നു? 2023 ഡിസംബർ 25 പാസ്സാക്കി വിടുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പറയുന്ന BNS ഭാരതീയ ന്യായ സംഹിത ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണേ. നിങ്ങൾക്കറിയാം, അമിത്ഷായാണ് ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷായാണ് BNSനെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ അത് അമിത്ഷായാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് BNSൽ എത്ര സെക്ഷൻസ് ഉണ്ട്, IPCയിൽ എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നേരത്തെ എത്ര എണ്ണം ഉണ്ട്, ഇപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. നിലവിലെ നമ്മുടെ BNS, നമുക്ക് BNSും IPC നോക്കാമേ. ഒരു കമ്പാരിസൺ പോലെ പഠിക്കാം. എത്ര എണ്ണം എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. നമുക്ക് സെക്ഷൻസ് പഠിക്കണ്ട, പക്ഷെ എണ്ണം നിങ്ങൾ നോക്കണം. ഓക്കെ, ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ടാണ് കുറച്ച് ചരിഞ്ഞിരിക്കുന്നത് കേട്ടോ. സംഭവം ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും കുറച്ച് ചരിഞ്ഞു പോകുന്നു. ഓക്കെ നോക്കുക. അപ്പൊ നമ്മുടെ BNSല് നിലവിലത്തെ സെക്ഷൻസ് എന്ന് പറയുന്നത് 358 എത്രയാണ്? 358 സെക്ഷൻസ് ആണ് BNSലുള്ളത്. എന്നാൽ IPCയിൽ അത് എത്ര സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 511 സെക്ഷൻസ് ആണ് IPCയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് കറക്റ്റ്, പഠിച്ചു വെച്ചേക്കുക. BNSൽ 358, IPCയിൽ അത് 511. എന്നാൽ അധ്യായങ്ങളുടെ എണ്ണം നോക്കിയാൽ ഇത് സെക്ഷൻസ് ആണ്. എന്നാൽ ചാപ്റ്റർ അല്ലെങ്കിൽ അധ്യായങ്ങളുടെ എണ്ണം നോക്കിയാൽ ആകെ അധ്യായങ്ങളുടെ എണ്ണം BNSൽ 20 അധ്യായങ്ങളുണ്ട്. എന്നാൽ IPCയിൽ അത് 23 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, IPCയിൽ 23 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? IPCയിൽ ഉണ്ടായിരുന്ന 175 വകുപ്പുകൾ ഒഴിവാക്കി. IPCയിൽ ഉണ്ടായിരുന്ന 175 വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് 8 എണ്ണം പുതുതായി ചേർത്തു. 8 എണ്ണം പുതുതായി ചേർത്തു. 175 വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് 8 എണ്ണം പുതുതായിട്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ 22 എണ്ണം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 22 എണ്ണം എന്ത് ചെയ്തു? റദ്ദാക്കി. 22 എണ്ണം റദ്ദാക്കി. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ ഈ പറയുന്ന IPC നിലവിൽ വന്നപ്പോഴത്തേക്കും അതിൽ മൊത്തത്തിലുണ്ടായ മാറ്റങ്ങൾ ചോദിച്ചാൽ എന്താണ്? മൊത്തത്തില് 175 വകുപ്പുകൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. 175 വകുപ്പുകൾ ഒഴിവാക്കി
8 വകുപ്പുകൾ പുതുതായിട്ട് ആഡ് ചെയ്തു, 22 വകുപ്പുകൾ എന്ത് ചെയ്തു, റദ്ദാക്കി. ഈ റദ്ദാക്കിയത് ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, IPC-ലും BNS-ലും എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം സെക്ഷൻസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും BNS പഠിച്ചാൽ മതി, എന്നാലും IPC-യുടെ ഈ പറയുന്ന സെക്ഷൻസ് എത്ര എണ്ണം എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ IPC പഠിക്കണമെന്ന് ദയവ് ചെയ്ത് കമന്റ്സ് ചോദിക്കരുത്. ഞാൻ ഓൾറെഡി പറയാണ്, IPC നമുക്ക് പഠിക്കണ്ട, IPC-യുടെ ഒരു സെക്ഷൻസും പഠിക്കണ്ട. പക്ഷെ എത്ര എണ്ണം ഒഴിവാക്കി, എത്ര എണ്ണം ഉണ്ടായിരുന്നു, എപ്പോഴാണ് IPC വന്നത്? നമുക്കറിയാം 1862 ജനുവരി 1-നാണ് IPC നിലവിൽ വരുന്നത് അല്ലെ. ആ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് GK ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു BNS-ൽ നിലവിലുള്ള സെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 538 സെക്ഷൻസ് ആണ്. 538 സെക്ഷൻസും 20 ചാപ്റ്ററുമാണ് BNS-ൽ ഉണ്ടായിരുന്നത്. IPC-ൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 511 സെക്ഷൻസും 23 ചാപ്റ്ററുകളുമാണ് BNS-നകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ, ആ ഒരു വ്യത്യാസം നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു IPC-ൽ എന്താ സംഭവിച്ചത്, 175 വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതുതായ 8 വകുപ്പുകൾ ആഡ് ചെയ്തുകൊണ്ട് 22 വകുപ്പുകൾ റദ്ദാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ IPC നിലവിൽ വരും അല്ലെ. എനിക്ക് തോന്നിയത്, ചിലപ്പോൾ നമ്മളിത് പഠിക്കുന്നോണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നിയത്, ഈ സെക്ഷൻസ് ഒന്നും മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കിപ്പം ഒരു സെക്ഷൻ, ഇപ്പൊ 300ാമത്തെ സെക്ഷൻ, ഈ 300ാമത്തെ സെക്ഷന്റെ നമ്പർ മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു? നമ്പർ മാറ്റേണ്ട കാര്യം ഇല്ലായിരുന്നു. അതിന് പകരം ഈ പറയുന്ന സെക്ഷൻസിന് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഒരുപക്ഷെ എനിക്കായാലും നിങ്ങൾക്കായാലും ഒരു വക്കീലിനായാലും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനായാലും ഒരു ഫോറൻസിക് ഡോക്ടറിനായാലും തോന്നുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാര്യം എന്താണ്, ഈ പറയുന്ന 300 മാറ്റിയിട്ട് അവിടെ വേറൊരു സെക്ഷൻ വരെയാണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ പുതിയൊരു നമ്പർ അവിടെ വരുന്നതിന് പകരം ഈ 300-നെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു, അതിനകത്ത് നമുക്ക് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതിയായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോട്ടെ, എന്തായാലും പോട്ടെ, നമുക്കിനി പഠിച്ചേ കഴിയത്തുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് ഇതിനകത്ത് നടന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നതാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് റദ്ദാക്കിയ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് റദ്ദാക്കിയത് അല്ലെങ്കിൽ ബാൻ ചെയ്ത സെക്ഷൻസ് ഏതാണെന്ന് അറിയാമോ? കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കിപ്പോ പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിലവിൽ ബാൻ ആക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്നാമത്തത് IPC-ലെ എന്ന് പറയുമ്പോൾ IPC-ലെ സെക്ഷൻ 377 നിലവിൽ ബാൻ ആക്കിയിട്ടുണ്ട്. ബാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 377-നകത്ത് വരുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗികത. അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ചിലപ്പോൾ ചോദിച്ചാൽ നമുക്കത് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ബാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ബാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് IPC-ലെ സെക്ഷൻ 497 നിലവിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കാര്യം വ്യഭിചാരം അല്ലെങ്കിൽ അഡൽട്ടറി ആണ്. എന്താണ് അഡൽട്ടറി ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന എന്താണ്, പ്രകൃതി വിരുദ്ധ എന്താണെന്ന് അറിയാലോ, പ്രകൃതി വിരുദ്ധ ലൈംഗികതയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 497 അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻസ് ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് ബാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് 124A ആണ്. 124A എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് രാജ്യദ്രോഹമാണ് വരുന്നത്. എന്താണ്, രാജ്യദ്രോഹം. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ഈ സാധനം ഇപ്പൊ ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ നമ്മുടെ ഈ പറയുന്ന BNS-നകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നിലവിൽ ബാൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സെക്ഷൻസ് എന്ന് പറയുന്ന ഈ 3 സെക്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നെന്ന് പറയുന്നത് IPC-ലെ 377 ബാൻ ചെയ്ത് എന്താണ്, പ്രകൃതി വിരുദ്ധ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻസ് ആണ്. പിന്നെ പറയുന്ന അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC 497 ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൻ ചെയ്ത മറ്റൊരു സാധനമാണ് 124A ബാൻ ചെയ്തിട്ടുണ്ട്. അത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പറയുന്ന BNS-ൽ ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നമുക്ക് അഥവാ ചോദിച്ചാൽ നമുക്കൊരു കാരണവശാൽ അതിൽ നിന്ന് എന്ത് ചെയ്യരുത്, പണി കിട്ടി പോകരുത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പുതുതായിട്ട് CPO-ക്ക് വന്നവര് നിങ്ങൾ മനസ്സിലാവത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ CPO-ക്ക് എഴുതിയവർക്ക് അറിയാം, ഒരു പ്രതിയെ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ റിലീസ് അല്ലെങ്കിൽ ജാമ്യത്തിന് വിടുകയാണ്. അപ്പൊ ജാമ്യത്തിന് വിടുന്ന പ്രതി എന്ത് ചെയ്യുന്നു, കൊലപാതക കുറ്റത്തിന് ജാമ്യത്തിന് വിടുന്ന പ്രതിയെ വീണ്ടും അയാൾ ഒരു കൊലപാതക കുറ്റം ചെയ്താൽ അയാളെ നേരിട്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അല്ലെ ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ അത് മാറ്റിയിട്ട് വധശിക്ഷയോ ജീവപര്യന്തമോ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറട്ടെ, ഇല്ലെങ്കിൽ നാട്ടുകാർ പെരുമാറട്ടെ അല്ലെ. അപ്പൊ അതുപോട്ടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. പക്ഷെ എനിക്ക് ഇത് ആസ് എ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്.
നമ്മുടെ നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കണമല്ലേ. കാര്യം എവിടെ നോക്കിയാലും കൊലപാതകവും കുത്തിക്കൊലയും കഴുത്തുവെട്ടിക്കൊലയും എവിടെ നോക്കിയാലും കൊലപാതകമാണ്. ഭയങ്കര വയലന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ഒരു ജനറേഷനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ലൊക്കാലിറ്റി വീണ്ടും വയലന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിയമങ്ങൾ ശക്തമാക്കുക, ശിക്ഷകൾ കുറച്ചും കൂടി കാഠിന്യവും ആക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സമാധാനമായി ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ. അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നിലയിൽ നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ ഞാനും ഇപ്പൊ ക്ലാസ് കാണുന്ന പഠിപ്പിക്കുന്ന ഞാനും പഠിക്കുന്ന നിങ്ങളും ഇപ്പൊ പോലീസുകാരാണ്. ആ ഒരു രീതിയിൽ നമ്മൾ ഈ നിയമത്തിനെ കാണണം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൊതുജനങ്ങൾക്കും പൊതു സ്വത്തുക്കൾക്കും നമുക്ക് സുരക്ഷിതത്വം കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പൊതുജനത്തിന് സുരക്ഷിതത്വം, പൊതുമുതൽ സംരക്ഷിക്കുക അല്ലെ. പൊതുമുതൽ സംരക്ഷിക്കുക, പൊതുജനത്തെ സംരക്ഷിക്കുക. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാവും. ഈ പറയുന്ന നിയമങ്ങൾ നമുക്ക് കൃത്യമായി ഹൃദയസ്ഥമാക്കി മാറ്റിയാലേ മതിയാവും. ഓക്കെ, അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോ അടുത്ത് നമ്മൾ ഇനി കിടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസിലേക്കാണ്. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം നിലവിൽ നമ്മുടെ ചാനലിൽ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് പോലീസിനും എക്സൈസിനും ഫയർഫോഴ്സിനും ബീറ്റ് ഫോറസ്റ്റിനുമായിട്ടുള്ള കമ്പൈൻഡ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അപ്പോൾ നിലവില് ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും. ഒരു കാരണവശാൽ അത് കോൾ ചെയ്യരുത്, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഒരു 500 വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും കോൾ ചെയ്യും. കോൾ ചെയ്യരുത്, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, ആ നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് മെസ്സേജ് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ സെയിം നമ്പറിൽ അയച്ചു തന്നാൽ മതി. സെയിം നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക, സെയിം നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ഇപ്പോ പോലീസ് മാത്രം മതി, CPO ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. 600 ആണ് പേയ്മെന്റ് വരുന്നത്. ജോയിൻ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഫയർമാൻ ഫയർവുമന്റെ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ബാച്ച് അവൈലബിൾ ആണ്. വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ചുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈവർ പരീക്ഷകൾക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ എക്സാംസിന്റെ ബാച്ചുകൾ അവൈലബിൾ ആണ്. CPO ഡ്രൈവറും ഫയർഫോഴ്സ് ഡ്രൈവറും ഒക്കെ അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ചുകൾ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴേ സൈക്കോളജിയും സൈബർ ക്രൈമും ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക, ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം ഒരു മെസ്സേജ് ഇടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. കഴിഞ്ഞ 4 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട്. ഇത്തവണയും ഞാൻ നിങ്ങൾ നിരാശപ്പെടുത്താതെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നേരെ കടക്കാനായിട്ട് പോകുന്നത് BNSന്റെ സിലബസ് വൈസ് ആയിട്ടുള്ള സെക്ഷൻസിലേക്കാണ്. നമുക്കറിയാം BNSലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സെക്ഷൻസ് നമ്മുടെ സിലബസിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ സിലബസിനകത്ത് പറയുന്ന സെക്ഷൻസ് നമുക്ക് എന്ത് ചെയ്തേ മതിയാവുള്ളൂ, കൃത്യമായി അത് പഠിച്ചാലേ മതിയാവത്തുള്ളൂ. കാര്യം ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന BNSനകത്ത് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സിലബസ് കാണാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ BNSനകത്ത് പറയുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ്. ഏതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ആദ്യം നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 2-ൽ 3, 2-ൽ 4, 2-ൽ 8, 2-ൽ 13, 14 അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ചൈൽഡ്, ആരാണ് ചൈൽഡ്, എന്താണ് കൗണ്ടർ ഫീറ്റ്, എന്താണ് ഡോക്യുമെന്റ്, എന്താണ് ഹാർബർ, എന്താണ് ഇഞ്ചുറി, എന്താണ് പബ്ലിക് സർവന്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എത്ര സെക്ഷൻസ് ആണ്? 1, 2, 3, 4, 5, 6 സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ആദ്യത്തെ നമ്മുടെ ഈ പറയുന്ന 6 നമ്മൾ ഇന്ന് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് തന്നെയാണ് എനിക്കുള്ള എനർജി ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമന്റ്സും പ്രതികരണവും അനുസരിച്ച് ബാക്കി ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ് കുട്ടി? നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ് എന്ന് നമ്മുടെ മോഹൻലാൽ പറയും പോലെ. ആരാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ആരാണ്? കുട്ടിയാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്? കുട്ടിയാണ്. സിമ്പിൾ അല്ലേ? 2-ൽ 3 ആണ് എന്ത് കുട്ടിയെ കുറിച്ച് പറയുന്നത് എന്താണ്? 2-ൽ 3. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷനിലെ 3ാമത്തെ സബ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. 2-ൽ 3 പറയുന്നത് എന്താണ്? കുട്ടിയാണ്. ഓക്കെ, കുട്ടിയെ 2, 3 എത്ര എന്ന് വെച്ചാൽ 5 പോലും അറിയില്ല, അങ്ങനെ പഠിച്ചാൽ മതി.
കുട്ടിക്ക് 2 3 എത്ര എന്ന് വെച്ചാൽ കുട്ടി എന്താന്ന് പറയും 2 3 2 3 ആണെങ്കിൽ 23 എന്ന് പറയും അല്ലെ. അങ്ങനെ പറയുന്ന കുട്ടികളാണുള്ളത്. കാര്യം എന്താണ്, അവർക്കൊന്നും അറിയത്തില്ല. അപ്പോ കുട്ടി ആരാണെന്ന് വെച്ചാൽ 2 3 കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമത്തിൽ പറയുന്നത് എന്താണ്, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും നമ്മൾ എന്താണ് പറയുന്നത്, കുട്ടിയാണ്. ആ സെക്ഷൻ കൃത്യമായി മനസ്സിലാക്കുക. 2 3 ആണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 2 3. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിനുശേഷം പഠിക്കാനുള്ളത് 2 4 എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താണ് ഈ പറയുന്ന BNS-ലെ സെക്ഷൻ 2 4 ഒന്ന് നോക്കിയാലോ. അതിനകത്ത് പറയുന്നത് വ്യാജൻ എന്നുള്ളതാണ്. എന്താണ് വ്യാജൻ, അല്ലെങ്കിൽ ആരാണ് വ്യാജൻ? നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കി. ഇതിൽ ഏതാണ് കോൾഗേറ്റ്, ഇതാണോ കോൾഗേറ്റ്, ഇതാണോ കോൾഗേറ്റ്? രണ്ടിന്റെയും കളർ ഒരുപോലെയാണ്. ട്യൂബിന്റെ നീളം ഇതിന് ലേശം കൂടുതലാണ്. ഏകദേശം വരുന്ന കളർ പാറ്റേൺ ഒരുപോലെയാണ്. പക്ഷെ സ്പെല്ലിംഗ് നോക്കി. കോൾഗേറ്റിന്റെ സ്പെല്ലിംഗ് COLGATE, ഇതാണ് ഒറിജിനൽ കോൾഗേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് കോൾഗേറ്റ് ആണെങ്കിലോ COOLGATE. നമ്മൾ കടയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കോൾഗേറ്റ് പെട്ടെന്ന് നോക്കുന്നു, ഇതിനെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതെന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, കൗണ്ടർ ഫീറ്റ് അല്ലേ, വ്യാജനല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, സെക്ഷൻ 2 4 പറയുന്നത് വ്യാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ. അപ്പൊ ആരാണ് വ്യാജൻ, അല്ലെങ്കിൽ എന്താണ് വ്യാജൻ ഒന്ന് നോക്കിയാലോ. ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുകയും എന്ന ഉദ്ദേശത്തോടു കൂടിയോ അതുവഴി വഞ്ചന നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്ത് പറയാം, വ്യാജൻ എന്ന് പറയാം. ഇപ്പോ നമ്മുടെ ചാനലിന്റെ പേര് നോളജ് ഫാക്ടറി PSC എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏകദേശം നമുക്കിപ്പോ ഒരു എത്ര ലക്ഷം ഉണ്ട്, നമുക്കിപ്പോ ഒരു 2-2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട്. അപ്പോ ഒരു വ്യക്തി ഇപ്പൊ നാളെ ഒരു ചാനൽ തുടങ്ങിയാണ്, നോളജ് ഫാക്ടറി വേറെ ഏതെങ്കിലും പേര് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി ഏകദേശം നമ്മുടെ ലോഗോ പോലെ ഒരു ലോഗോ ഉണ്ടാക്കി വെച്ചാൽ ആ ചാനലിന്റെ മുതലാളിയെ നമുക്ക് എന്തെന്ന് പറയാം, വ്യാജൻ എന്ന് വിളിച്ചൂടെ? കാര്യം എന്താണ്, ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ച് ആ വ്യക്തി എന്ത് ചെയ്യുന്നു, വഞ്ചന നടത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി അവൻ അവിടെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കാര്യം എന്താണ്, ഇത് മറ്റതാണ് അല്ലെ, ഒന്നൊന്നിനോട് നമ്മൾ ഉപമിച്ചു അല്ലെ, അതല്ലയോ ഇത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപമിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് നമ്മൾ അവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് എന്നും പറയാം, ആ ഒരു വസ്തുവിനെ നമുക്ക് വ്യാജ വസ്തു എന്നും പറയാം അല്ലെ. ഓക്കെ, വ്യാജ വസ്തു. ഇപ്പൊ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് കാണാമല്ലോ. ഓക്കെ, ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് ഞാൻ 350 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിന്റെ ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ റൈബാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സംഭവം എന്താണ്, റൈബാൻ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, അതിനേക്കാളും വില കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു സാധനം ഇറക്കിയാണല്ലേ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് വ്യാജൻ. നമുക്ക് ഇത്രയും ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വ്യാജൻ എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. അപ്പൊ ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ചുകൊണ്ട് വഞ്ചന നടത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി അതുവഴി വഞ്ചന നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം, അവൻ വ്യാജനാണ് അല്ലെങ്കിൽ അവൾ വ്യാജനാണ് എന്ന് നമുക്ക് പറയാം. വ്യാജവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അത് 2 4 എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് രേഖ. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പഠിച്ചത് 2 3 കുട്ടിക്ക് 2 3 എത്ര എന്ന് ചോദിച്ചാൽ 5 എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചു 2 4 എന്ന് പറഞ്ഞാൽ വ്യാജനാണ്. ഇനി നമ്മൾ നേരെ ചാടുന്ന എങ്ങോട്ടാണ്, 2 8 കാരണം എന്താണ്, നമ്മുടെ സിലബസിനകത്ത് അതാണ് പറയുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ ഒരു സെക്ഷൻസ് വിഴുങ്ങിയത് നിങ്ങൾ പറയരുത്. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് 2 3 നമ്മൾ നോക്കി അല്ലെ, 2 3 നമ്മൾ നോക്കി, 2 4 നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് 2 8 അപ്പൊ എന്താണ് ഈ പറയുന്ന 2 8 നമുക്ക് നോക്കിയാലോ. 2 8 എന്ന് പറഞ്ഞാൽ എന്താണ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ നോക്കുക. എന്താണ് രേഖ എന്ന് പറഞ്ഞാല്, രേഖ എന്നാൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നാണ്. എന്നാൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നതോ വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും രേഖ എന്നുകൊണ്ട് അർത്ഥമാക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന PDF നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഇതിന്റെ നോട്ട്സ് കൊടുക്കും, PDF കൊടുക്കും. ആ PDF എന്ന് പറഞ്ഞാൽ എന്താണ്, രേഖയാണ് അല്ലെ. രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാം. അതിൽ എന്തുണ്ട്, അക്കങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, പിക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താണ്, രേഖയാണ്. കൂടാതെ ആ കാര്യത്തിന്റെ തെളിവിനായി ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകൾ ഇതിനെ രേഖ എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ഇതാണ്. കാര്യം എന്താണ്, രേഖ എന്ന് പറഞ്ഞാൽ അത് പ്രിന്റഡ് നോട്ട്സ് മാത്രമാണോ അല്ലെങ്കിൽ എഴുതിയതോ അല്ലെങ്കിൽ
പ്രിന്റ് ചെയ്ത ഏതെങ്കിലും മാധ്യമങ്ങൾ മാത്രമാണോ രേഖ? അല്ല. ഇനി മുതൽ അതിനകത്ത് എന്തും രേഖ വരും. ഡിജിറ്റൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യും? രേഖ ആയിട്ട് കണക്കാക്കും. ഓക്കെ അല്ലേടാ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാറ്റങ്ങൾ അനിവാര്യമല്ലേ? പണ്ട് കാലത്തെ ഇലക്ട്രോണിക് റെക്കോർഡുകളെ രേഖയായിട്ട് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് ഇതിനകത്ത് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അതിനെ രേഖയായിട്ട് കണക്കാക്കുവോ? ഒരിക്കലും അതിനെ രേഖയായിട്ട് കണക്കാക്കത്തില്ല. കാര്യം എന്താണ്? മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു അല്ലെങ്കിൽ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസിനകത്ത് കാണിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് ഫോർജ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കാം. പക്ഷെ അങ്ങനെ കഴിഞ്ഞ നമ്മുടെ IPC ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് അതിനെ രേഖയായിട്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നിലവിൽ എന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ രേഖകൾ തന്നെ ആണ്. അപ്പോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. രേഖയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് ഏത് വകുപ്പാണ്ടാ? 2-8 അപ്പൊ 2-3 എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി. 2-3 കുട്ടി. 2-4 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജൻ. 2-4 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജൻ അല്ലെ? അതുപോലെ തന്നെ 2-8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2-8 എന്ന് പറഞ്ഞാല് അത് രേഖയാണ് അല്ലെ? രേഖയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 2-13 എന്ന് പറഞ്ഞാൽ എന്താണ്? 2-13? ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു തോക്കിന്റെ പടം കൊടുത്തിട്ടുണ്ട്. എന്താണ് തോക്കിന്റെ പടം കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു 2-3 പറഞ്ഞു. 2-3 എന്താണെന്ന് അറിയാം. 2-4 പറഞ്ഞു എന്താണെന്ന് അറിയാം. 2-8 പറഞ്ഞു എന്താണെന്ന് അറിയാം. ഇനി നമുക്ക് നോക്കാനുള്ള 2-13. 2-13 പറയുന്നത് അഭയം നൽകൽ അല്ലെങ്കിൽ ഹാർബർ എന്നാണ്. ഹാർബർ എന്ന് പറയുമ്പോൾ അവസാനം മറ്റേ കപ്പൽ കൊണ്ട് ഒതുക്കുന്ന തുറമുഖം എന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. അപ്പോ ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം നൽകൽ എന്നാണ്. ഇതേ സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഹാർബർ. കണ്ടില്ലേ? 2-13 ഹാർബർ. ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം നൽകലാണ്. അഭയം നൽകൽ എന്നാൽ ഒരു വ്യക്തിക്ക് അഭയം, ഭക്ഷണം, പാനീയം, പണം, വസ്ത്രം, ആയുധങ്ങൾ. അവിടെ ശ്രദ്ധിക്കുക, അതിനകത്ത് എന്ത് വരുന്നു? ആയുധങ്ങൾ, വെടിമരുന്ന് അല്ലെങ്കിൽ വാഹന മാർഗങ്ങൾ എന്നിവ നൽകുന്നതോ ഇതിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിയെ സഹായിക്കുന്നതോ എന്ത് തന്നെയാണ്? അഭയം നൽകലാണ്. ഇപ്പൊ സപ്പോസ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? കഴിക്കാൻ ഭക്ഷണമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അവന് കഴിച്ചിട്ട് 5 ദിവസമായി എന്ന് പറഞ്ഞ വ്യക്തി വരെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? വിശന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നു. അതും എന്ത് തന്നെയാണ്? അഭയം കൊടുക്കലാണ്. സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും. അഭയം നൽകൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഭക്ഷണം അല്ലെങ്കിൽ പാനീയം അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്ന അഭയമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തിക്ക് വെടിമരുന്ന്, ആയുധങ്ങൾ കൊടുക്കുന്നത് അഭയമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തിക്ക് വാഹന സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് അഭയമാണ്. നാലാമത്തെ ഓപ്ഷൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് വെക്കുക. ഓക്കെ, നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിരുന്നത് ആലോചിച്ച് നോക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു വ്യക്തിയെ നമ്മൾ ഏത് രീതിയിൽ സഹായിച്ചാലും, സന്മാർഗികമായിട്ടുള്ള രീതിയിൽ സഹായിച്ചാലും അസാൻമാർഗികമായിട്ടുള്ള രീതിയിൽ സഹായിച്ചാലും സംഭവം എന്ത് തന്നെയാണ്? അവനെ സഹായിച്ചോ അത് ഹാർബർ തന്നെയാണ്, അല്ലെങ്കിൽ അഭയം നൽകൽ തന്നെയാണ്. അപ്പോ അഭയം നൽകലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള BNS വകുപ്പ് ചോദിച്ചാൽ അത് BNS 2-13 ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക. സെറ്റ് അല്ലേ? അപ്പൊ എന്തിനാണ് ഇവിടെ തോക്ക് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ? നമ്മള് സാധാരണ അഭയം കൊടുക്കാന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്? അവന് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ നല്ല മനസ്സിന് നമ്മൾ അഭയം എന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല, അവിടെ ആയുധങ്ങൾ കൊടുത്താലും വെടിമരുന്ന് കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്താലും ഒക്കെ എന്ത് തന്നെയാണ്? അഭയം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനകത്താണ് വരുന്നത്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? 2-13 നമ്മൾ പഠിച്ചു. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. 2-3 എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി. 2-4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2-4 കുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ വ്യാജൻ. 2-8 എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത് നമ്മൾ? 2-8 നമ്മൾ എന്ത് പഠിച്ചു? രേഖ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം 8 കഴിഞ്ഞ് 13 പഠിക്കാനുള്ളത്. 13 അഭയം നൽകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം നൽകൽ. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2-14 എന്ന് പറഞ്ഞാൽ എന്താണ്? 2-14 അതിനകത്ത് പറയുന്നത് ഇൻജുറി അല്ലെങ്കിൽ പരിക്ക്. എന്താണ്? ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ചോദിച്ചാൽ അത് 2-14 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? എന്താണ് പറയുന്നത്? പരിക്കെന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഇവിടെയും സ്റ്റേറ്റ്മെന്റ് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓരോ ചോദ്യവും ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശരീരത്തിലോ, അടുത്താണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ് വരുന്നത്, മനസ്സിലോ, ശരീരത്തിലോ മനസ്സിലോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്തുത വ്യക്തിയുടെ പ്രശസ്തിയിലോ ആ ഒരു വ്യക്തിയുടെ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വെക്കുന്ന ഏതൊരു ദോഷവും എന്ത് ചെയ്യും? ഇവിടെ പരിക്കെന്ന് പറയും. ഉദാഹരണം, എന്റെ
പോട്ടെ, ഞാനിപ്പോ തന്നെ നിങ്ങളുടെ എല്ലാം ഉദാഹരണത്തിന്റെ ഇരയാവുന്നത് ഞാനല്ലേ, അപ്പൊ ഇതിലും ഞാൻ തന്നെ ഇരയാവാം. ഓക്കെ, ഇപ്പോ സപ്പോസ് ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി എനിക്കെതിരെ പരാതി കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കൊടുക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അത് കള്ളപ്പരാതിയാണ്. സ്വാഭാവികമായിട്ടൊന്നല്ല, ഒരു കള്ളപ്പരാതിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കൊടുക്കുന്ന പരാതി കള്ളപ്പരാതിയാണെന്ന് എനിക്കറിയാം, അല്ലെ? ആ പരാതി കള്ളപ്പരാതിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ആ ഒരു പരാതി കാരണം എനിക്ക് എന്റെ മനസ്സിലും എനിക്ക് എന്റെ പ്രശസ്തിയിലും എനിക്ക് എന്റെ സ്വത്തിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം വന്നാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്ക് എന്ന് പറയാം. അപ്പൊ എന്റെ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു എന്ന് പറയുന്നത് മാത്രമല്ല പരിക്ക്, എന്റെ മനസ്സിന്, എന്റെ അഭിമാനത്തിന്, എന്റെ പേരിന്, എന്റെ പ്രശസ്തിക്ക്, എന്റെ സ്വത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക? അതിനെ നമ്മൾ പരിക്ക് എന്ന് പറയും, ഇഞ്ചുറി എന്ന് പറയും. അപ്പൊ പരിക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ചോദിച്ചാൽ അത് 2-14 2-14. അപ്പൊ നമ്മൾ ഏത് പറഞ്ഞു? 2-3 പറഞ്ഞു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്? അങ്ങനെ പഠിച്ചാലേ സെക്ഷൻസ് പഠിക്കൂ. അങ്ങനെ പഠിപ്പിച്ച് തന്നെയാണ് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും നിങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുക. 2-3 എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, 2-4 എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്, കൗണ്ടർഫീറ്റ് അല്ലെങ്കിൽ വ്യാജൻ. അതിനുശേഷം 2-8 എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖ. അതിനുശേഷം നമ്മൾ 2-13 പറഞ്ഞു. 2-13 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എന്താണ് 2-13 എന്ന് പറഞ്ഞാൽ? ഓക്കെ, 2-13 നമ്മൾ പറഞ്ഞത് അഭയം നൽകൽ അല്ലെങ്കിൽ ഹാർബറിനെ കുറിച്ചാണ്, അല്ലെ? ഹാർബർ അല്ലെങ്കിൽ അഭയം നൽകലിനെ കുറിച്ച് നമ്മൾ 2-13 പറഞ്ഞു. 2-14 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചുറി. ഓക്കെ, അപ്പൊ 3 ഓക്കെ, 4 ഓക്കെ, 8 ഓക്കെ, 13 ഓക്കെ, 14 ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനാണ് 2-28. എന്താണ് 2-28 എന്ന് പറഞ്ഞാൽ? അതിൽ പറയുന്നത് പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൂ ഈസ് എ പബ്ലിക് സർവന്റ്, അല്ലെങ്കിൽ ഈ ആരെയൊക്കെ നമുക്ക് പബ്ലിക് സർവന്റ് ആയിട്ട് കണക്കാക്കാം എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത് 2-28 പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിലൂടെ അയാൾ എന്തെങ്കിലും ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു കൂലി കൈപ്പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് സർവന്റ് ആണെന്ന് പറയാം. അതിന് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞാല് സർക്കാരിന്റെ സേവനത്തിലോ ശമ്പളത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും പൊതു കർത്തവ്യം നിർവഹിക്കുന്നതിന് ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ വഴി പ്രതിഫലം ലഭിക്കുന്നതോ ആയ ഏതൊരു വ്യക്തിയും എന്താണ്? പൊതുപ്രവർത്തകനാണ്. അതിപ്പോ ടെൻഡർ വഴി കയറിയതായാലും PSC വഴി ജോലി കയറിയതായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഏതെങ്കിലും സേവനങ്ങൾ വഴി ജോലി കയറിയതായാലും അയാളുടെ സേവനത്തിന് എന്തെങ്കിലും ഒരു റിട്ടേൺസ് അല്ലെങ്കിൽ ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് പറയാം? പൊതുപ്രവർത്തകനായിട്ട് പറയാനായിട്ട് കഴിയും, അല്ലെ? സർക്കാരിന് വേണ്ടി ഏതെങ്കിലും സ്വത്ത് ഏറ്റെടുക്കുന്ന ആളാണെങ്കിലും, അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ തടവിൽ വെക്കാതെ, മീൻസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും, കോടതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും കമ്മീഷൻ കിട്ടുന്ന ജോലി, ഈ പറയുന്ന സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും കമ്മീഷൻ കിട്ടുന്ന ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രസ്തുത വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ സിമ്പിൾ ആയിട്ട് ഇത്രയും പഠിച്ചാൽ മതി. സർക്കാരിന്റെ സേവനത്തിലോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. കാരണം എന്താണ്? അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. സർക്കാരിന്റെ സേവനത്തിലോ ശമ്പളത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും പൊതു കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ വഴി പ്രതിഫലം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന പബ്ലിക് സർവന്റ് അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന് പറയാം. പൊതുപ്രവർത്തകനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS-ന്റെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 2-28 ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് വളരെ സ്പീഡില് ഒന്നും കൂടി പറയുകയാണ്. എന്റെ കൂടെ തന്നെ പിടിച്ചോണം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ആദ്യം പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന BNS-ന്റെ കുറച്ച് സെക്ഷൻസും അതിന്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലെ? അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IPC വന്നിട്ടുള്ള വർഷം പറഞ്ഞു 1862 ജനുവരി 1-നാണ്. അതിന് പകരമായി BNS വന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന BNS ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന 2023 ഓഗസ്റ്റ് 11-നാണ്. ഇത് രണ്ടാമത് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഡിസംബർ 12-നാണ്. അത് ലോക്സഭ പാസ്സാക്കുന്നത് ഡിസംബർ 20-നാണ്. രാജ്യസഭ പാസ്സാക്കുന്ന അടുത്ത ദിവസം ഡിസംബർ 21-നാണ്. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്ന നമുക്കറിയാം 2025-ലാണ്, അല്ലെ? 2023 ഡിസംബർ 25-നാണ്. 2023 ഡിസംബർ 25-നാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷാ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു, അല്ലെ? BNS-ൽ നമുക്കറിയാം, BNS-ൽ നമുക്ക് നിലവിലെ 358 സെക്ഷൻസ് ഉണ്ട്, 20 ചാപ്റ്ററുകളുണ്ട് അല്ലെങ്കിൽ ചാപ്റ്ററുകളുണ്ട്. അതുപോലെ തന്നെ IPC ആണെങ്കിൽ നമുക്ക് 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു, 23 ചാപ്റ്റർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? 175
വകുപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, 8 പുതിയ വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, 22 വകുപ്പുകൾ റദ്ദാക്കിയിട്ടുണ്ട് അല്ലെ, റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ റദ്ദാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന IPC 377 ആണ്. അത് പറയുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗികത അല്ലെ. അതുപോലെ തന്നെ 377 ശേഷം 497 ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം. അതുപോലെ തന്നെ 124A രാജ്യദ്രോഹം, അതിന് കുറച്ച് അമെന്റ് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സെക്ഷൻസ് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ നമുക്ക് പഠിച്ചു പോവാം. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ പറയുന്ന സെക്ഷൻസ്. ഈ പറയുന്ന 2-ൽ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി അല്ലെ, കുട്ടി 18 വയസ്സ് താഴെയുള്ള ഏതൊരു കുട്ടി. 2-ൽ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാജൻ, നമുക്കറിയാം ആരാണ് വ്യാജൻ. അതിനുശേഷം 2-ൽ 8 രേഖ, പേപ്പർ ഫയൽസ് ആയാലും ഡിജിറ്റൽ ഫയൽസ് ആയാലും രേഖ തന്നെയാണ്. പിന്നെ 2-ൽ 13 അഭയം നൽകൽ, എന്താണ്, ഭക്ഷണവും വസ്ത്രവും പാനീയവും മാത്രമല്ല, അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ആയുധങ്ങൾ കൊടുത്താലും അത് എന്ത് തന്നെയാണ്, അത് അഭയം കൊടുക്കൽ തന്നെയാണ്. പിന്നെ പറയുന്ന 2-ൽ 14 പരിക്ക്, ശരീരത്തിലായാലും മനസ്സിനായാലും പ്രശസ്തിയിലായാലും സ്വത്തിനായാലും പരിക്കെന്താണ്, പരിക്കാണ് 2-ൽ 14. 2-ൽ 18 നമുക്കറിയാം പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ്, സർക്കാരിന്റെ സേവനത്തിൽ ശമ്പളം അല്ലെങ്കിൽ കൂലി അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്ന ആള്, ഫീസ് കിട്ടുന്ന ആളായാലും അത് തന്നെയാണ് ഈ പറയുന്ന പബ്ലിക് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പൊതുപ്രവർത്തകൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും വേഗം ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇനി ഓരോ ദിവസം താമസിക്കും തോറും നിങ്ങൾക്ക് പഠിക്കാനുള്ള വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിന് മുന്നിലുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ ബാച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ പണിപ്പുരയിലാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ് കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം ഇതുവരെ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.